എല്ലാവർക്കും ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്രാവശ്യത്തെ ഡെയിലി ന്യൂസിൽ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്സ് ഇതൊക്കെയാണ്. ഫസ്റ്റ് വൺ, ഡീൽസ് ഫോർ 26 റാഫേൽ എം ജെറ്റ്സ്, പിന്നെ 3 സ്കോർപിയോൺ ക്ലാസ്സിലുള്ള സബ്മറൈൻസ്, അത് അത്രയും സൈൻ ചെയ്തിട്ടുണ്ട് നേവിക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ഇത് GS3 സയൻസ് ആൻഡ് ടെക് റിലേറ്റഡ് ആയിട്ട് ഡിഫൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക് വരുന്ന ഒരു ന്യൂസ് ആർട്ടിക്കിളാണ്. നെക്സ്റ്റ് ഉള്ളത് ഓക്സ്ഫോർഡ് സ്റ്റഡി ലോഡ്സ് പ്രഗതി സിസ്റ്റം. അത് ആക്ച്വലി നമ്മുടെ ഒരു ഗവർണൻസിൻ്റെ ഭാഗമായിട്ട് ഗവർണൻസ് സ്കീംസുമായിട്ടൊക്കെ റിലേറ്റഡ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു പോർട്ടലാണ് പ്രഗതി എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് നമ്മുടെ ഗവർണൻസ് എഫിഷ്യൻസി കൊണ്ടുവന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു മോഡൽ മെയിൻസ് ക്വസ്റ്റ്യൻ കൂടി നമ്മളിതിനകത്ത് നോക്കും. പിന്നെ സിറ്റിസൺസ് വിത്ത് ഡിസബിലിറ്റീസ് മേക്കിംഗ് ദെയർ റൈറ്റ്സ് റിയൽ. ഓക്കെ, ഇത് നമുക്കറിയാം UPSC ചില ടോപ്പിക്കുകൾ, വുമൺ എംപവർമെൻ്റ് ആകട്ടെ, ചൈൽഡ് വെൽഫെയർ ആകട്ടെ, ഹെൽത്ത് കെയർ, അതുപോലെ തന്നെ ഡിസേബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള സ്കീമുകൾ, അങ്ങനെയുള്ള സോഷ്യൽ ജസ്റ്റിസ് ടോപ്പിക്കുകൾ ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. അപ്പോൾ GS2 PWD പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസിൻ്റെ ടോപ്പിക്കിൽ പെടുന്ന ഒരു ആർട്ടിക്കിൾ, ഒരു എഡിറ്റോറിയലാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഡീൽസ് ഫോർ 26 റാഫേൽ എം ജെറ്റ്സ്, 3 സ്കോർപിയോൺ സബ്മറൈൻസ് ടു ബി സൈൻഡ്. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്നൊക്കെ നമുക്ക് അറിയാലോ. ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇന്ത്യസ് ഡിഫൻസ് മോഡേണൈസേഷൻ ഹാസ് സീൻ സിഗ്നിഫിക്കൻറ്റ് സ്ട്രൈഡ്സ് വിത്ത് ദ ഇൻഡക്ഷൻ ഓഫ് അഡ്വാൻസ് മിലിറ്ററി പ്ലാറ്റ്ഫോംസ് ലൈക്ക് റാഫേൽ ജെറ്റ്സ്. റാഫേൽ ജെറ്റ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം സുഖോയ് 30 എന്ന് പറയുന്നതാണ് നമ്മുടെ മെയിൻ ഫൈറ്റർ പ്ലെയിൻ. ഓക്കെ, അത് ആക്ച്വലി ഡീകമ്മീഷൻ സ്റ്റേജിലോട്ട് എത്തി. അപ്പോൾ അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ റാഫേൽ എന്ന് പറയുന്ന ഒരു 4.5 ഒരു നിയർലി 5th ജനറേഷൻ ഫൈറ്റർ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ഫൈറ്റർ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. ഫ്രഞ്ച് ഡസോൾട്ട് ആണ് ഇതിൻ്റെ നിർമ്മാതാക്കൾ. ഓക്കെ, അപ്പം സ്കോർപിയോൺ ക്ലാസ് സബ്മറൈൻസ് അതെല്ലാം ഇൻഡക്ട് ചെയ്യുന്നുണ്ട്. സ്കോർപിയോൺ ക്ലാസ് എന്ന് പറയുന്നത് അതും ഒരു ലേറ്റസ്റ്റ് ജനറേഷൻ സബ്മറൈൻ കാറ്റഗറി വരുന്നതാണ്. ഓക്കെ, പിന്നെ ദീസ് അക്വിസിഷൻ ആർ crucial to enhancing India's strategic and combat capabilities amid evolving security challenges. ഓക്കെ, അപ്പോൾ നമ്മൾ റഫാൽ ഫൈറ്റർ ജെറ്റ്സ് എന്താണെന്ന് നമ്മൾ നോക്കുകയാണ്. അപ്പോൾ റഫാൽ ജെറ്റ്സ് എന്ന് പറയുന്നത് ഫ്രഞ്ച് ഒറിജിൻ ആയിട്ടുള്ള ട്വിൻ എഞ്ചിൻ മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് ആണ്. മാനുഫാക്ചർഡ് ബൈ ഡസോൾട്ട് ഏവിയേഷൻ, ഓപ്പറേഷണൽ ഇൻ ബോത്ത് എയർഫോഴ്സ് ആൻഡ് കാരിയർ ബേസ്ഡ് നേവൽ ഓപ്പറേഷൻസ്. ഓക്കെ, നമ്മൾ ആക്ച്വലി 2016 36 എണ്ണത്തിന് വേണ്ടിയിട്ടുള്ള ഡീലാണ് കൊടുത്തിരുന്നത്. ഓക്കെ, അത് ഇന്ത്യൻ എയർഫോഴ്സിനെ അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ ഏർലിയർ മീഡിയം മൾട്ടി റോൾ കോമ്പാറ്റ് എയർക്രാഫ്റ്റ് MRCA പ്രൊക്യൂർമെൻറ്റ് അറ്റംപ്റ്റ് ചെയ്തായിരുന്നു, അത് ഫെയിലായി. ഓക്കെ, പിന്നെ ഉള്ളത് ടെക്നോളജിക്കൽ സുപ്പീരിയോറിറ്റിയാണ്. കാരണം റഫേലിൻ്റെ അഡ്വാൻസ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു 4.5 ജനറേഷൻ ഫൈറ്റർ ജെറ്റാണ്. ഇപ്പോൾ ഉള്ള നമുക്ക് നോക്കുവാണെങ്കിൽ F-22 റാപ്റ്ററൊക്കെ ആണെങ്കിൽ 5th ജനറേഷൻ ഫൈറ്ററാണ്. അപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടെ മാനുവറബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അത്ര അഡ്വാൻസ്ഡ് അല്ല, എന്നാൽ ഒരു മെച്ചപ്പെട്ട സ്റ്റേജിലുള്ള ഒരു ഫൈറ്റർ ജെറ്റും കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ എയർ സുപ്പീരിയോറിറ്റി ഉണ്ട്, സ്യൂട്ടഡ് ഫോർ എയർ ടു എയർ, എയർ ടു ഗ്രൗണ്ട് ആൻഡ് റിക്കോണൻസൻസ്, ന്യൂക്ലിയർ ഡിറ്ററൻസ് ഉണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ത്യ പോലത്തെ മൾട്ടി ടെറൈൻ, മൾട്ടി വെതർ കണ്ടീഷൻസ് ഉള്ള ഒരു രാജ്യത്ത് റഫേലാണ് പ്രോപ്പറായിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അതായത് ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റത്തോട്ട് പെട്ടെന്ന് എത്താനായിട്ട് മൾട്ടി റോൾ അറ്റാക്ക് സ്ട്രാറ്റജീസ് ഒക്കെ വരുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫൈറ്റർ ജെറ്റും കൂടിയാണ് റഫേൽ. അതും കൂടി ഓർത്തിരിക്കുക. ഓക്കെ, പിന്നെ വെപ്പൺ സിസ്റ്റംസ്, മീറ്റിയോ മിസൈൽ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈലാണ്. സ്കാൽപ്പ് ക്രൂസ് മിസൈൽസ് ഉണ്ട്, കേപ്പബിൾ ഓഫ് ഹിറ്റിംഗ് ലാൻഡ് ടാർഗറ്റ്സ് അപ് ടു 300 കിലോമീറ്റേഴ്സ് അവേ. മൈക്ക മിസൈൽ വേഴ്സറ്റൈൽ മിസൈലാണ്, ഷോർട്ട് റേഞ്ച് ലോങ് റേഞ്ച് ടാർഗറ്റ്സ് അപ് ടു 100 കിലോമീറ്റർ. പിന്നെ റേഞ്ച് എന്ന് പറയുന്നത് ഏകദേശം 300 കിലോമീറ്റർ ഇൻ ടു ദ ഈ ടെറിട്ടറി വരെ അറ്റാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓപ്പറേഷൻ എഫിഷ്യൻസി വരുമ്പോൾ ഓവർ 3000 ഓപ്പറേഷണൽ ഫ്ലൈറ്റ് അവേഴ്സ് റെക്കോർഡഡ് ഗ്ലോബലി. 30,000. ഓക്കെ, അപ്പോൾ ഈ സ്കോർപിയൻ ക്ലാസ് സബ്മറൈൻസ് എന്താണ്? സ്കോർപിയൻ ക്ലാസ് എന്ന് പറയുന്നത് ഡീസൽ ഇലക്ട്രിക് പ്രൊപ്പൽഷൻ സബ്മറൈൻസ് ആണ്. അത് അണ്ടർ പ്രൊജക്ട് 75 അണ്ടർ വരുന്നതാണെന്നും കൂടി ഓർത്തിരിക്കുക. അത് ഇന്ത്യയുടെ അണ്ടർ വാട്ടർ കോമ്പാറ്റ് കേപ്പബിലിറ്റീസിനെ മോഡേണൈസ് ചെയ്യാനായിട്ടാണ് ഇത് വരുന്നത്. കേപ്പബിൾ ഓഫ് ഡൈവേഴ്സ് മിഷൻസ്, ആൻറ്റി സർഫേസ് ആൻഡ് ആൻറ്റി സബ്മറൈൻ വാർഫെയർ, ഇൻ്റലിജൻസ് ഗ്യാതറിംഗ്, മൈൻ ലേയിങ് ആൻഡ് ഏരിയ സർവൈലൻസ്. ഓക്കെ, അപ്പോൾ വേറൊരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ന്യൂക്ലിയർ സബ്മറൈൻ ഐ തിങ്ക് പ്രോജക്റ്റ് 75
എ ആണെന്ന് തോന്നുന്നു. ഓക്കെ, അതൊന്ന് ചെക്ക് ചെയ്യാം. അതാണ് നമ്മുടെ അരിഹന്ത് പോലത്തെ സബ്മറൈൻസ് ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പം ന്യൂക്ലിയർ സബ്മറൈനും ഡീസൽ ഇലക്ട്രിക് പ്രൊപ്പൽഷനുള്ള സബ്മറൈനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഓക്കെ, ഡീസൽ ഇലക്ട്രിക് പ്രൊപ്പൽഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ റേഞ്ചാണ്. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയർ സബ്മറൈൻസിന് റീഫ്യൂൽ ചെയ്യാനായിട്ട് ഒരു 10 to 15 ഇയേഴ്സിൻ്റെ ടൈം പീരീഡ് ഉണ്ട്. അതായത് അവർക്ക് കോറ് മാറ്റാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി മാത്രം സർഫേസിൽ വന്നാൽ മതി. അതേസമയം ഡീസൽ ഇലക്ട്രിക്കിൻ്റെ കേസിലാണെങ്കിൽ അവർക്ക് എവറി 2 to 3 വീക്സ് അല്ലെങ്കിൽ 1 month മാക്സിമം ആ ഒരു റേഞ്ച് വരെ അവർക്ക് വെള്ളത്തിനടിയിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ എന്ത് പറ്റും, അവർക്ക് ബാറ്ററി റീചാർജ് ചെയ്യാനും ഫ്യൂൽ റീഫ്യൂൽ ചെയ്യാനായിട്ടൊക്കെ അവർക്ക് മുകളിലോട്ട് വരേണ്ട ആവശ്യം വരും. അപ്പം എന്താണ് പ്രശ്നം? അപ്പം നമ്മുടെ ഷോറിൻ്റെ, അപ്പം ഇന്ത്യൻ ഷോറിൻ്റെ ഒരു ഡിസ്റ്റൻസിൽ കവിഞ്ഞ് ഇവർക്ക് പോകാനായിട്ട് ഡീസൽ ഇലക്ട്രിക് പ്രൊപ്പൽഷൻ സബ്മറൈൻസിന് പോകാനായിട്ട് പറ്റില്ല. അതേസമയം ലോങ് റേഞ്ച് ടാർഗറ്റിലൊക്കെ പോകാനായിട്ട് ന്യൂക്ലിയർ കേപ്പബിൾ ആയിട്ടുള്ള സബ്മറൈൻസിന് പറ്റും. ഓക്കെ, ഇന്ത്യ ഹാസ് ഓൾറെഡി കമ്മീഷൻ സെവറൽ സ്കോർപിയോൺ സബ്മറൈൻസ് വിത്ത് അതേഴ്സ് അണ്ടർ കൺസ്ട്രക്ഷൻ ബൈ മാസ്ഡോൺ ഡോക്സ് ഷിപ്പ് ബിൽഡേഴ്സ്. ഓക്കെ, സിഗ്നിഫിക്കൻസ് എന്താണ്? റെപ്രസെൻറ്റ് ഇന്ത്യസ് ഫസ്റ്റ് മോഡേൺ സബ്മറൈൻ സീരീസ് ഓവർ 2 decades ഫോളോയിങ് ദ റഷ്യൻ മെയ്ഡ് INS സിന്ധാഷ്ട്ര പ്രൊക്യൂർഡ് ഇൻ 2000. ഓക്കെ, അപ്പോൾ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് എന്താണ്? ദാറ്റ് കമ്പൈൻഡ് ഡിപ്ലോയ്മെൻറ്റ് ഓഫ് റാഫേൽസ് ആൻഡ് സ്കോർപിയൻ ക്ലാസ് സബ്മറൈൻ സ്ട്രെങ്തൻസ് ഇന്ത്യസ് ഡെറ്ററൻസ് അഗെയിൻസ്റ്റ് അഡ്വേഴ്സറീസ്. എൻഹാൻസ്ഡ് കോമ്പാറ്റ് ആൻഡ് റിക്കണൻസസ് കേപ്പബിലിറ്റി വിൽ ഇംപ്രൂവ് ഇന്ത്യസ് റെഡിനെസ് ഇൻ മൾട്ടി ഡൊമൈൻ വാർഫെയർ. ഓക്കെ, അപ്പോൾ ഈ ഡീൽ എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്കറിയാം സ്കോർപിയൻ ക്ലാസ് ഒക്കെ ആണെങ്കിലും ഒരു ആത്മനിർഭർ ഭാരത് അല്ലെങ്കിൽ ലോങ് ടേം പാർട്ണർഷിപ്പ് വിത്ത് ഗ്ലോബൽ ഡിഫൻസ് ഫേംസുമായിട്ടുള്ള രീതിയിലാണ് ഇത് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മളൊരു അനാലിസിസ് നോക്കുവാണെങ്കിൽ, ജിയോ സ്ട്രാറ്റജിക് കൺസിഡറേഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയത് നേവൽ കേപ്പബിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ടാണ് ഇപ്പോൾ റാഫേൽ സ്കോർപിയോൺ ക്ലാസ് സബ്മറൈൻസ് ഒക്കെ പ്രൊക്യൂർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ടാക്ടിക്കൽ എഡ്ജ് കിട്ടും ഇന്ത്യൻ ഓഷ്യൻ IOC റീജിയനിൽ. ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ നമുക്ക് ആ ഒരു ബെനിഫിറ്റ് കിട്ടും. പിന്നെ ഇൻഡിജിനസ് പ്രൊഡക്ഷൻ ആണ്. ഇൻകോപ്പറേറ്റിംഗ് അഡ്വാൻസ് ടെക്നോളജീസ് ഇൻ ടു ഇന്ത്യസ് ഡിഫൻസ് മാനുഫാക്ചറിങ് എക്കോസിസ്റ്റം വിൽ റെഡ്യൂസ് ഡിപ്പെൻഡൻസി ഓൺ ഇമ്പോർട്ട്സ്. പിന്നെ മൾട്ടി ഡൊമൈൻ കേപ്പബിലിറ്റി നോക്കുമ്പോൾ ദീസ് പ്ലാറ്റ്ഫോംസ് എക്സ്പാൻഡ് ഇന്ത്യസ് പൊട്ടൻഷ്യൽ ഇൻ എയർ, സീ ആൻഡ് ന്യൂക്ലിയർ വാർഫെയർ. അപ്പം എക്സ്റ്റേണൽ ത്രെറ്റ്സിന് നമുക്ക് എതിർക്കാനായിട്ടുള്ള കേപ്പബിലിറ്റി കൂടും. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഓക്സ്ഫോർഡ് സ്റ്റഡി ലോഡ്സ് പ്രഗതി സിസ്റ്റം ഫോർ ഫാസ്റ്റ് ട്രാക്കിംഗ് പ്രോജക്ട്സ്. പ്രഗതി സിസ്റ്റം എന്താണ്? പ്രോ ആക്റ്റീവ് ഗവർണൻസ് ആൻഡ് ടൈംലി ഇംപ്ലിമെൻറ്റേഷൻ. അതാണ് പ്രഗതി സിസ്റ്റം എന്ന് പറയുന്നത്. അത് ആക്ച്വലി 2015 ലോഞ്ച് ചെയ്ത ഒരു ഗവർണൻസ് ഇനിഷ്യേറ്റീവാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ. അപ്പം ഒരു പ്രോ ആക്റ്റീവ് ഗവൺമെൻറ്റിൽ ടൈംലി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഗ്രീവൻസസ് അഡ്രസ്സ് ചെയ്യുക, അങ്ങനെയുള്ള ഒരു സോഷ്യൽ ഗവർണൻസിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പോർട്ടൽ തുടങ്ങിയേക്കുന്നത്. അപ്പം പ്രഗതിയുടെ ഒബ്ജക്റ്റീവ് എന്താണ്? ഓക്കെ, ടു എസ്റ്റാബ്ലിഷ് എ റോബസ്റ്റ് പ്ലാറ്റ്ഫോം ഫോർ ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി ത്രൂ റിയൽ ടൈം എൻഗേജ്മെൻറ്റ് എമംഗ് കീ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അപ്പോൾ ഇതിൽ സിറ്റിസൺസിൻ്റെ ഗ്രീവൻസസ് ഡയറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റും. സൈമിൾട്ടേനിയസ്ലി റിവ്യൂ ഇമ്പോർട്ടൻറ്റ് പ്രോഗ്രാംസ് ആൻഡ് പ്രോജക്ട്സ് ഫ്ലാഗ്ഡ് ബൈ ബോത്ത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്. പിന്നെ ടെക്നോളജിക്കൽ ഇൻറ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ ഡേറ്റാ മാനേജ്മെൻറ്റ്, വീഡിയോ കോൺഫറൻസിങ് ആൻഡ് ജിയോ സ്പേഷ്യൽ ടെക്നോളജി ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം റിയൽ ടൈമായിട്ട് അപ്ഡേറ്റുകൾ കിട്ടാനും കാര്യങ്ങൾ നടക്കുന്നുണ്ടോ ഇല്ലോ എന്നൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് പ്രഗതി സിസ്റ്റത്തിലൂടെ പറ്റും. ഓഫേഴ്സ് പ്രൈം മിനിസ്റ്റർ ടു ആൻ ഇൻ്റർഫേസ് ടു ഡയറക്ട്ലി കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ കൺസേൺഡ് ഒഫീഷ്യൽസ് ആൻഡ് അസസ് ദ ഗ്രൗണ്ട് ലെവൽ സ്റ്റാറ്റസ് ഓഫ് പ്രോജക്ട്സ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചറിങ് അല്ലെങ്കിൽ അതിൻ്റെ ഫംഗ്ഷനിങ് എങ്ങനെയാണ്? ഓപ്പറേറ്റ്സ് ആസ് എ 3-tier സിസ്റ്റം ഇൻവോൾവിങ് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് ഉണ്ട്, പിന്നെ യൂണിയൻ ഗവൺമെൻറ് സെക്രട്ടറീസ് ഉണ്ട്, പിന്നെ സ്റ്റേറ്റ് ചീഫ് സെക്രട്ടറീസ് ഉണ്ട്. ദ പ്രഗതി ഡേ എന്ന് പറയുന്നത് എല്ലാ മന്തിലും 4th Wednesday നടക്കുന്നതാണ്. വെയർ പ്രൈം മിനിസ്റ്റർ ഇൻട്രാക്ട്സ് വിത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് വയ വീഡിയോ കോൺഫറൻസിങ്. പിന്നെ ഇഷ്യൂസ് ഫ്ലാഗ്ഡ് എന്തൊക്കെയാണ്? ഗ്രിവൻസസ്, ഓൺഗോയിങ് പ്രോഗ്രാംസ്, അതുപോലെ തന്നെ പെൻഡിങ് പ്രോജക്ട്സിനെ കുറിച്ച്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരൊറ്റ സിംഗിൾ ഡാഷ്ബോർഡിൽ കിട്ടും. ഓക്കെ, കോപ്പറേറ്റീവ് ഫെഡറലിസത്തിൻ്റെ ഭാഗമാണ്. അതായത് യൂണിക്ലി ഫോസ്റ്റേഴ്സ് കോപ്പറേറ്റീവ് ഫെഡറലിസം ബൈ ബ്രിങ്ങിങ് ടുഗദർ. നമുക്ക് ഇതിനകത്ത് എന്താണ്? സെൻട്രൽ ആൻഡ് സ്റ്റേറ്റിലെ സെക്രട്ടറീസ് ഇതിൻ്റെ പാർട്ടാണ്. അതിൻ്റെ 2 ടയേഴ്സിൽ പെടുന്ന ലെയർ ഇതാണ്. അപ്പം സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സും ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ വരുന്ന ഒരു സിസ്റ്റം കൂടിയായിട്ട് പ്രഗതിനെ നമുക്ക് പറയാം. എനേബിൾസ് ട്രാൻസ്പെറൻറ്റ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് എഫക്റ്റീവ് ഇൻ്റർ മിനിസ്റ്റീരിയൽ കോർഡിനേഷൻ. പിന്നെ ഗ്രിവൻസസ് റിഡ്രസൽ ഗ്രിവൻസസ് എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാം. ഓക്കെ, ഇൻറ്റഗ്രേറ്റ്സ് ഡേറ്റാബേസസ് ഫ്രം പ്ലാറ്റ്ഫോംസ് ലൈക്ക് CP Grams
അതായത് സെൻട്രലൈസ് പബ്ലിക് ഗ്രീവൻസസ് റിഡ്രസ് ആൻഡ് മോണിറ്ററിംഗ് സിസ്റ്റം, പിന്നെ പ്രോജക്ട് മോണിറ്ററിംഗ് ഗ്രൂപ്പ് ആൻഡ് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ ഫോർ സീംലെസ് ഗവർണൻസ്, enables high-level intervention to address grievances of the common man or issues raised by dignitaries or public project developers. ഓക്കെ, അപ്പം ഈ പ്രഗതിയിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഇതിനകത്തുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് സോൾവ് ചെയ്യുന്നത്? ഒന്ന്, ഇഷ്യൂസിൻ്റെ റിവ്യൂ പ്രോസസ്സാണ്. യൂണിയൻ ഗവൺമെൻറ് സെക്രട്ടറീസ് ആൻഡ് സ്റ്റേറ്റ് ചീഫ് സെക്രട്ടറീസ് റിസീവ് ഫ്ലാഗ്ഡ് ഇഷ്യൂസ് എ വീക്ക് ഇൻ അഡ്വാൻസ്. അപ്പോൾ കമൻസ് ആൻഡ് അപ്ഡേറ്റ്സ് ആർ സബ്മിറ്റഡ് വിത്തിൻ 3 days, enabling review by the PMO a day before the പ്രഗതി ഡേ. പിന്നെ എഫിഷ്യൻറ്റ് പ്രൊജക്ട് മോണിറ്ററിംഗ് ആണ്, അതായത് കമ്പൈൻ സെൻട്രലൈസ്ഡ് ഡേറ്റാബേസസ് ടു സ്ട്രീംലൈൻഡ് അപ്ഡേറ്റ്സ് ആൻഡ് ഇംപ്രൂവ് ഡിസിഷൻ മേക്കിംഗ്. പിന്നെ എൻഷുർ ടൈംലി ആൻഡ് എഫക്റ്റീവ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ് ആൻഡ് പബ്ലിക് ഗ്രീവൻസസ്. പിന്നെ ഇതിൻ്റെ ഇമ്പാക്റ്റ് സിഗ്നിഫിക്കൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, അപ്പം എക്കണോമിക് ബെനിഫിറ്റ്സ് എന്താണ്? അതായത് ഇൻഫ്രാസ്ട്രക്ചർ ഒരു പ്രോജക്ട്സ് ഒക്കെ 205 billion ഒക്കെ വരുമ്പോൾ നമുക്കറിയാം ഏകദേശം ₹1 സ്പെൻഡിൽ നമുക്കൊരു GDP ഗ്രോത്ത് 2.5 to 3.5 rupees per rupee സ്പെൻഡ് എന്ന രീതിയിലോട്ട് നമുക്ക് ബൂസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ഇംപ്രൂവ്സ് എസെൻഷ്യൽ പബ്ലിക് സർവീസസ് ലൈക്ക് വാട്ടർ, സാനിറ്റേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, എനർജി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പബ്ലിക്കിലോട്ട് എത്തിക്കാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് എൻകറേജസ് അക്കൗണ്ടബിലിറ്റി ആൻഡ് പ്രൊആക്റ്റീവ് ഗവർണൻസ് ബൈ റീ എഞ്ചിനീയറിംഗ് ട്രഡീഷണൽ ബ്യൂറോക്രാറ്റിക് പ്രോസസ്സ്. പിന്നെ റെഡ്യൂസസ് ഡിലേസ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ബൈ എനേബിളിംഗ് ഡയറക്റ്റ് ഇൻട്രാക്ഷൻ വിത്ത് ദ പ്രൈം മിനിസ്റ്റർ. പിന്നെ സസ്റ്റൈനബിലിറ്റി ആൻഡ് ഇൻക്ലൂസിവിറ്റിയുടെ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൊമോട്ട്സ് എക്കോ ഫ്രണ്ട്ലി ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ് ആണ്, അലൈനിങ് വിത്ത് ഇന്ത്യസ് കമ്മിറ്റ്മെൻറ്റ് ടു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. പിന്നെ എൻഷുവേഴ്സ് ഗ്രീവൻസസ് റിഡ്രസൽ ആൻഡ് ഫെസിലിറ്റേറ്റ്സ് പബ്ലിക് ഇൻവോൾവ്മെൻറ്റ് ഇൻ ഗവർണൻസ്. പിന്നെ റെക്കഗ്നീഷൻ്റെ കേസിൽ ലോഡഡ് ബൈ ദ, നമുക്കറിയാം ഇപ്പം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ സ്റ്റഡി ബേസിസിലാണ് ഇത് നല്ല രീതിയിൽ നല്ലൊരു സിസ്റ്റമാണ് എന്ന് പറയുന്നത്. പിന്നെ കൺക്ലൂഷൻ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം ഒരു പ്രഗതി സിസ്റ്റം എന്ന് പറയുന്നത് ഗവർണൻസ് സ്ട്രക്ചറിനെ തന്നെ മൊത്തത്തിൽ മാറ്റിമറിച്ച ഒരു സിസ്റ്റം കൂടിയാണ്. അപ്പം ഈ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ അല്ലെങ്കിൽ പബ്ലിക് ഗ്രീവൻസ് റിഡ്രസൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ എന്താണ് ഒരു ഹ്യൂമൻ എറർ പറ്റാൻ പറ്റുന്ന ഒരു സാധനമായിരുന്നു. പക്ഷേ അതിനെല്ലാം കൂടി ഒരു സിംഗിൾ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നതുകൊണ്ട് എന്ത് പറ്റി, അത് കാര്യങ്ങൾ നടപ്പാക്കാനായിട്ടുള്ള ഫാസ്റ്റ് അല്ലെങ്കിൽ ഹേസ്റ്റ്നെസ് കൂടി വന്നു. ഓക്കെ, അപ്പം നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് അത് നമ്മുടെ എഡിറ്റോറിയലുള്ളൊരു ന്യൂസാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറച്ച് ഡേറ്റ പോയിൻറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് ലീഗൽ ടേംസും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ മെയിൻസ് ആൻസർ റൈറ്റിങ്ങിലൊക്കെ. അപ്പം സിറ്റിസൺസ് വിത്ത് ഡിസബിലിറ്റീസ് മേക്കിംഗ് ദെയർ റൈറ്റ്സ് റിയൽ. ഓക്കെ, കോൺടെക്സ്റ്റ് എന്ന് വെച്ചാൽ പേഴ്സൺസ് with disabilities form a significant section of society constituting 2.21% of India's population according to 2011 census. Okay, however this figure is grossly underestimated. അപ്പോൾ നമുക്കറിയാം എസ്റ്റിമേറ്റ് ഓഫ് റിലവൻസ്, അതായത് സിവിയർ ഡിസബിലിറ്റീസ് ഇൻ ഇന്ത്യ ഏകദേശം 16% ആണെന്നാണ് നമ്മുടെ WHO പറയുന്നത്. ഓക്കെ, റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ആക്ട് 2016 വാസ് എനാക്റ്റഡ് ടു അഡ്രസ് ദീസ് ഡിസ്പാരിറ്റീസ്, റീപ്ലേസിംഗ് ദ ഏർലിയർ പേഴ്സൺസ് വിത്ത് disabilities, equal opportunities and protection of rights and full participation. ഓക്കെ, അപ്പോൾ ഈ RPWD Act empowers state commissioners to safeguard and uphold the rights and freedoms of persons with disabilities. അപ്പം ഇത് ഒരു ക്വാസി ജുഡീഷ്യൽ അതോറിറ്റീസിനും എന്താണ് ഈ ഡിസബിലിറ്റി ലോസിൻ്റെ കംപ്ലയൻസ് നടക്കുന്നുണ്ട് എന്ന് ചെക്ക് ചെയ്യാനായിട്ടുള്ള അതോറിറ്റി കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ കീ ഫങ്ഷൻസ് ഓഫ് സ്റ്റേറ്റ് കമ്മീഷണേഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഓവർസൈറ്റ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ആണ്, എൻഷുർ അഡ്ഹറൻസ് ടു ദ RPWD Act ബൈ മോണിറ്ററിംഗ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് എൻറ്റിറ്റീസ്. പിന്നെ ഇൻവെസ്റ്റിഗേറ്റ് കംപ്ലയിൻസ് റിഗാർഡിംഗ് വയലേഷൻസ് ഓഫ് ഡിസബിലിറ്റി റൈറ്റ്സ്. പിന്നെ ജുഡീഷ്യൽ അതോറിറ്റിയാണ്, എക്സസൈസ് സിവിൽ കോർട്ട് പവേഴ്സ് അണ്ടർ സെക്ഷൻ 82 ഓഫ് ദ RPWD Act ടു സമൺ വിറ്റ്നസസ്, റിക്വയർ document submissions and hold violators accountable. ഓക്കെ, പിന്നെ പോളിസി റെക്കമെൻഡേഷൻ്റെ കേസിൽ അഡ്വൈസ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഓൺ ഡിസബിലിറ്റി ഇൻക്ലൂസീവ് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ്. അതായത് ഡിസേബിൾ ആയിട്ടുള്ള ആൾക്കാരെയും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള രീതിയിൽ വേണം പോളിസീസ് ക്രിയേറ്റ് ചെയ്യാൻ. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ നമുക്കറിയാം, നമ്മളെ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ റാംസ് കൊണ്ടുവരാം. ഓക്കെ, റാംസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ വീൽ ചെയർ ഉള്ള ആൾക്കാർക്ക് സ്റ്റെപ്പ് അല്ലെങ്കിൽ സ്റ്റേഴ്സ് കയറാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്ലൈഡ് പോലത്തെ അല്ലെങ്കിൽ ഒരു സ്ലോപ്പ്
ഉണ്ടാക്കി വെക്കും എൻട്രൻസിൻ്റെ അവിടെ, അപ്പോൾ അവർക്ക് കയറാനായിട്ട്. അപ്പോൾ അതിനൊക്കെ കുറച്ച് ഡേറ്റാസ് ഉണ്ട്. ഇത്ര ശതമാനം ആൾക്കാർ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ മാത്രമേ റാമ്പുകളുള്ളൂ, അങ്ങനെയുള്ള കുറച്ച് ഡേറ്റാസ് ഉണ്ട്. അതൊക്കെ ഒന്ന് എക്സ്ട്രാ ആയിട്ട് നോക്കി വെക്കുക. നിങ്ങൾക്ക് ആൻസർ റൈറ്റിങ്ങിലൊക്കെ അത് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവും. പിന്നെ അഡ്രസ്സിങ് ഗ്രിവൻസസ്. ഹിയർ ഗ്രിവൻസസ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആൻഡ് റെക്കമെൻഡ് കറക്റ്റീവ് ആക്ഷൻസ് ടു എൻഷുർ ദെയർ റൈറ്റ്സ് ആർ upheld. പിന്നെ challenges in implementation, lack of institutional support and inadequate appointment of commissioners with relevant expertise in law, സോഷ്യൽ വർക്ക് ആൻഡ് റീഹാബിലിറ്റേഷൻ. അങ്ങനെയുള്ള അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കമ്മീഷണേഴ്സ് ഇല്ല, അവരെ പ്രോപ്പറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ മിനിമൽ യൂസ് ഓഫ് റിസർച്ച് ടൂൾസ് സച്ച് ആസ് ഡിസബിലിറ്റി ഡേറ്റ മാനേജ്മെൻറ്റ് റിവ്യൂസ് DDMR ടു അസസ് എഫക്റ്റീവ്നെസ് ഓഫ് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ്. ഓക്കെ, അപ്പോൾ അതൊരു ഇഷ്യൂ ആണ്. പിന്നെ സിഗ്നിഫിക്കൻസ് ഓഫ് RPWD ആക്ട് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് ലീഗൽ ആൻഡ് സോഷ്യൽ പ്രൊട്ടക്ഷനാണ്. അലയൻസ് വിത്ത് ഇന്ത്യസ് ഡിസബിലിറ്റി ലെജിസ്ലേഷൻ വിത്ത് ദ പ്രിൻസിപ്പിൾസ് ഓഫ് യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്. പിന്നെ പ്രൊമോട്ട്സ് ഹ്യൂമൻ റൈറ്റ്സ് ബേസ്ഡ് അപ്രോച്ച് റാദർ ദാൻ എ ചാരിറ്റി ബേസ്ഡ് മോഡൽ. പിന്നെ ഇൻ്റർസെക്ഷണൽ ഫോക്കസ് ആണ്, അതായത് എല്ലാ ഇപ്പം ജെൻഡറോ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസോ ജോഗ്രഫിയോ അതൊന്നും നോക്കാതെ ഇപ്പോൾ ഡിസബിലിറ്റി ഉള്ള ഒരാൾക്ക് എല്ലാവരെയും ഒരൊറ്റ ഫ്രെയിം വർക്കിൽ കൊണ്ടുവരുന്ന രീതിയിലുള്ളൊരു ലീഗൽ പ്രൊവിഷനും കൂടിയാണ്. പിന്നെ കോപ്പറേറ്റീവ് ഫെഡറലിസം എൻകറേജസ് കൊളാബറേഷൻ ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഫോർ ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ്. പിന്നെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഗവൺമെൻറ് മോഡലാണ് മൊബൈൽ അദാലത്സ്, അതായത് മൊബൈൽ കോർട്സ് ഇൻ കർണാടക ഓർഗനൈസ്ഡ് ബൈ ദ സ്റ്റേറ്റ് കമ്മീഷണർ അഡ്രസ്സസ് ഗ്രിവൻസസ് ഇൻ റിമോട്ട് ഏരിയാസ്. ദിസ് മോഡൽ ക്യാൻ ബി റെപ്ലിക്കേറ്റഡ് അക്രോസ് സ്റ്റേറ്റ്സ്. ഓക്കെ, അപ്പം സ്ട്രെങ്തനിങ് ഓഫ് ഡിസബിലിറ്റി ഗവർണൻസ്, അതായത് എന്തൊക്കെ മെഷേഴ്സാണ് ഇങ്ങനൊരു ഡിസബിലിറ്റി ഗവർണൻസിന് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് കൊണ്ടുവരാൻ പറ്റുന്നത്. ഒന്ന്, കപ്പാസിറ്റി ബിൽഡിംഗ് ആണ്. അപ്പോയിൻറ്റ് എക്സ്പീരിയൻസ്ഡ് പ്രൊഫഷണൽസ് വിത്ത് എക്സ്പെർട്ടീസ് ഇൻ ഡിസബിലിറ്റി റൈറ്റ്സ്, ലോ ആൻഡ് സോഷ്യൽ റീഹാബിലിറ്റേഷൻ ആസ് സ്റ്റേറ്റ് കമ്മീഷണേഴ്സ്. പിന്നെ പ്രൊവൈഡ് സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് ടു കമ്മീഷണേഴ്സ് ടു അഡ്രസ് ഇൻ്റർസെക്ഷണൽ ഇഷ്യൂസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ എഫക്റ്റീവ്ലി. പിന്നെ ഉള്ളത് ഡേറ്റ ഡ്രിവൺ ആയിട്ടുള്ള അപ്രോച്ചാണ്. മാൻഡേറ്റ് ദ യൂസ് ഓഫ്, നമ്മൾ നേരത്തെ പറഞ്ഞു DDMR പോലത്തെ ടൂൾസ് യൂസ് ചെയ്യുക. ഓക്കെ, ഇവാലുവേറ്റ് ദ റീച്ച് ആൻഡ് ഇമ്പാക്റ്റ് ഓഫ് പോളിസീസ്. പിന്നെ ആക്സസിബിലിറ്റി ഇനിഷ്യേറ്റീവ്സ് ആണ്. എൻഹാൻസ് അവയർനെസ് ക്യാമ്പയിൻസ് ആൻഡ് ഗ്രിവൻസ് മെക്കാനിസംസ് ടു റീച്ച് മാർജിനലൈസ്ഡ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ഇൻ റൂറൽ ഏരിയാസ്. പിന്നെ അക്കൗണ്ടബിലിറ്റി മെഷേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പം ഇങ്ങനൊരു ഗ്രീവൻസസ് വന്നു, ഒരു അഡ്രസ്സ് ചെയ്യേണ്ട കേസ് വന്നു, ബട്ട് അത് നടപ്പാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ റെഗുലറായിട്ടുള്ളൊരു സ്റ്റേറ്റിൻ്റെ പെർഫോമൻസ് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ചെക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ അതായിരുന്നു ഇന്നത്തെ നമ്മുടെ ന്യൂസുകൾ മെയിനായിട്ട് ഉണ്ടായിരുന്നത്. നമ്മളൊരു മോഡൽ മെയിൻസ് ക്വസ്റ്റ്യനും കൂടി നമ്മൾ നോക്കുവാണ്. അതെന്ന് വെച്ചാൽ ഡിസ്കസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് പ്രഗതി സിസ്റ്റം in improving governance and accelerating infrastructure development in India. Okay, the Pragati system is a digital, അതിൻ്റെ ഒരു മോഡൽ ആൻസറും കൂടിയാണ്. Pragati system is a digital real-time governance platform launched by the government of India. അതെന്താണ് 2015 ഓക്കെ ലോഞ്ച് ചെയ്തത്. അഡ്രസ് ബോട്ടിൽനെക്സ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ആൻഡ് ഇന്റർ-മിനിസ്റ്ററിയൽ കോർഡിനേഷൻ. റെക്കഗ്നൈസ്ഡ് ഇന്റർനാഷണലി. പ്രഗതി എക്സംപ്ലിഫൈസ് പ്രൊആക്റ്റീവ് ഗവർണൻസ് ആൻഡ് അക്കൗണ്ടബിലിറ്റി. ഓക്കെ, അപ്പോൾ പ്രഗതിയിൽ തന്നെ വേണമെന്നില്ല. ഇപ്പം ഈ ഗവർണൻസ് അല്ലെങ്കിൽ ഗവർണൻസ് എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും മെഷേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ കോട്ട് പ്രഗതി. ഈ ഒരു പോർട്ടലിൽ നിങ്ങൾക്ക് കോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ സിഗ്നിഫിക്കൻസ് ഓഫ് പ്രഗതി എന്താണ്? ഒന്ന്, എക്കണോമിക് ട്രാൻസ്ഫോർമേഷൻ ആണ്. ഫെസിലിറ്റേറ്റ്സ് കംപ്ലീഷൻ ഓഫ് ഡിലേഡ് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ്, റിഡ്യൂസിങ് എക്കണോമിക് കോസ്റ്റ്, ബൂസ്റ്റ് GDP ഗ്രോത്ത് ബൈ 2.5 to 3.5 rupees per every rupee invested in ഇൻഫ്രാസ്ട്രക്ചർ. പിന്നെ ഓവർകമ്മിങ് ബ്യൂറോക്രാറ്റിക് ഇനേർഷ്യയാണ്. അതായത് നമുക്കറിയാം, ഒരു റെഡ് ടേപ്പിസം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിലേ മാറ്റാനായിട്ടും സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ടുള്ള കോർഡിനേഷൻ എഫക്റ്റീവ് ആക്കാനായിട്ടൊക്കെ ഇതിൽ പറ്റും. റെഡ്യൂസസ് ഡിലേസ് ബൈ ക്രിയേറ്റിംഗ് എ പ്ലാറ്റ്ഫോം ഓഫ് സ്വിഫ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് മോണിറ്ററിംഗ്. പിന്നെ എൻഹാൻസ്ഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ആണ്. ഫോക്കസ് ഏരിയാസ് ഇൻക്ലൂഡ് റെയിൽവേസ്, വാട്ടർ റിസോഴ്സസ്, റോഡ്വേസ് ആൻഡ് എനർജി പ്രോജക്ട്സ്. Addresses complex challenges from land acquisition to environmental clearance. പിന്നെ sustainability and inclusivity ആണ്. Promotes eco-friendly projects and sustainable development. Improves quality of life by ensuring essential services like clean water
ആൻഡ് എനർജി. പിന്നെ ഈ ഗവർണൻസ് ആൻഡ് ട്രാൻസ്പെറൻസി, അതായത് ഇപ്പം ഡിജിറ്റൽ ടൂൾസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് എന്ത് പറ്റും, ട്രാൻസ്പെറൻസിയും അക്കൗണ്ടബിലിറ്റിയും ഓരോ പ്രോജക്റ്റ് മാനേജ്മെൻറ്റിലും ഓരോ പ്രോജക്റ്റ് നടക്കുമ്പോൾ അത് എൻഷുർ ചെയ്യാനായിട്ട് നോക്കും. അപ്പോൾ നമ്മളൊരു ഇതിൻ്റെ അച്ചീവ്മെൻറ്റ്സ് ഒക്കെ ഇപ്പം ഒരു പ്രഗതി സിസ്റ്റം എന്തുകൊണ്ടാണ് ഇത്രയും വാല്യുബിൾ ആകുന്നത്, എന്തുകൊണ്ടാണ് ഇത്ര നല്ലതാണെന്നൊക്കെ ഇതൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ യു ക്യാൻ കോട്ട് ദീസ് അച്ചീവ്മെൻറ്റ്സ്. സക്സസ്ഫുള്ളി ട്രാക്ട് ആൻഡ് എക്സ്പെഡിറ്റഡ് 340 പ്രോജക്ട്സ് വർത്ത് 205 ബില്യൺ. ഓക്കെ, പിന്നെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി സ്റ്റഡിയിലും ഒരു ട്രാൻസ്ഫോർമേറ്റീവ് ഗവർണൻസ് അപ്രോച്ചിൻ്റെ എക്സാമ്പിളായിട്ട് എന്താണ് പ്രഗതിനെ എടുത്തിട്ടുണ്ട്. കൺക്ലൂഷനായിട്ട് പ്രഗതി ഈസ് എ ടെസ്റ്റ്മെൻറ്റ് to India's commitment to innovative governance, emphasizing accountability, transparency, and efficiency in infrastructure development. It showcases the potential of technology-driven solutions in addressing long-standing bureaucratic challenges and driving holistic growth. ഓക്കെ, അതായത് നമ്മുടെ ഇപ്രാവശ്യത്തെ DNA അനാലിസിലുണ്ടായിരുന്ന ന്യൂസും നമ്മളൊരു മോഡൽ മെയിൻസ് ക്വസ്റ്റ്യനും കൂടി നോക്കി. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പം ഈ പ്രാവശ്യത്തെ DNA അനാലിസിസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പ്രാവശ്യം കാണാം. നന്ദി, നമസ്കാരം.